ഹായ് ഫ്രണ്ട്സ്, Asha Nair എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് അപ്പത്തിന് നല്ല പെർഫെക്റ്റ്ലി എങ്ങനെയാണ് മാവ് അരച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ഈസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് പുളിപ്പിച്ച തേങ്ങ വെള്ളമോ അങ്ങനെ ഒന്നും ഇല്ലാതെ നമുക്ക് നോർമലി പഴയ കാലത്തൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടിരുന്നത്, അപ്പം അങ്ങനെ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി, പച്ചരിയാണ് കേട്ടോ, നോർമൽ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് പച്ചരിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു തവിയില് തവി എന്ന് പറഞ്ഞാൽ ഒരു 50 ഗ്രാം അടുപ്പിച്ച് വരും കേട്ടോ. നമ്മൾ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഓവർ ആവാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഗ്രാംസിൽ പറഞ്ഞ ഇച്ചിരി കുറഞ്ഞാലും അത് ഓവർ ആവാൻ പാടില്ല ആക്ച്വലി, അല്ലെങ്കിൽ പിന്നെ നമ്മളെ ആ ദോശയുടെ ഒക്കെ ഒരു ഉഴുന്നിന്റെ സ്മെല്ല് വരും. അപ്പൊ അത് എപ്പോഴും അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ശ്രദ്ധിച്ചിട്ടിടണം. അപ്പം അതിനെ ഞാൻ നല്ല കഴുകി അരിയും ഉഴുന്നും കൂടെ നല്ലോണം കഴുകി 6 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ്. ഫ്രിഡ്ജിൽ ആക്ച്വലി ഒരു 2-3 hours ഫ്രിഡ്ജിൽ, അല്ലെങ്കിൽ നമ്മളൊരു അതിൽ കൂടുതൽ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മിക്സിയിലൊക്കെ അരയ്ക്കുമ്പോഴെന്ന് പറഞ്ഞാൽ മാവ് നല്ല ചൂടാവും. അത് ചൂടാവാതെ ഇരിക്കാനാണ് നമുക്ക്. അതല്ല നമുക്ക് അങ്ങനെ സമയമില്ല എങ്കിൽ നല്ല ചിൽഡ് വാട്ടർ ഒഴിച്ച് നമുക്ക് മാവ് അരച്ചാലും മതി. പിന്നെ അതിന്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഇവിടെ ഈ കിണ്ണം നിറച്ച് അവലാണ് സോക്ക് ചെയ്തിരിക്കുന്നത്. അവല് തന്നെ സോക്ക് ചെയ്യുന്ന നമ്മളെ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്ത ഏത് ചോറാണ്, എൻ്റെ കയ്യിൽ ഇപ്പൊ ചോറില്ലായിരുന്നു, അപ്പൊ നമ്മൾ ഏത് ചോറാണ് നമ്മളെ ഇരിക്കുന്നത് അത് നമുക്ക് യൂസ് ചെയ്താൽ മതി. ഞാൻ ഈ ഒരു കിണ്ണം നിറച്ചിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. പിന്നെ അരി എടുക്കുന്നതിനനുസരിച്ച് 1 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ നമ്മൾ ചോറിന്റെ ക്വാണ്ടിറ്റിയും കുറയ്ക്കണം. പിന്നെ അപ്പത്തിന് എപ്പോഴും അരയ്ക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓയിൽ കണ്ടന്റ് ഉള്ള തേങ്ങ എന്ന് പറഞ്ഞാൽ മുറ്റിയ തേങ്ങ ഒരുപാട് ഉള്ളത് അരയ്ക്കാതെ ഇളം തേങ്ങ, അപ്പൊ അതങ്ങനെ എല്ലായിടവും കിട്ടുമെന്നില്ല. അത് നമ്മൾ അപ്പോഴാന്ന് പറയുമ്പോൾ അതിന്റെ കറുത്ത ലെയർ വരെ പോവാതെ അതിന്റെ മുകളിൽ നിന്ന് എടുക്കാൻ നോക്കണം. അപ്പൊ തേങ്ങ കുറയ്ക്കണം. ഒരുപാട് മറ്റേ ഓയിൽ കണ്ടന്റ് ഉള്ള തേങ്ങയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ തേങ്ങ കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇതെന്ന് പറഞ്ഞാൽ ഇളം തേങ്ങ എനിക്ക് എൻ്റെ ഉണ്ടായിരുന്നു, അപ്പം കരിക്ക് പോലത്തതാണ്. അപ്പം ഞാനിവിടെ ഒരു തേങ്ങ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് നല്ല നമ്മൾ ചെറുതായിട്ട് അരിച്ചോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്ന് നോക്കാം. അപ്പം ഞാൻ ഇതേപോലെ തേങ്ങ ചെറുതായിട്ട് ഞാൻ ഇതുപോലെ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അരയ്ക്കാനല്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് മിക്സിയിൽ ഇപ്പൊ ഈ തേങ്ങയും പിന്നെ പഞ്ചസാര, നമുക്ക് പഞ്ചസാര കുറച്ചോ കൂടുതലോ നമുക്ക് ഇടാം. ഉപ്പ് ഞാനാണെങ്കിൽ യൂസ് ചെയ്യുന്ന സമയം, നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്തെ ഞാൻ ഉപ്പ് ഇടാറുള്ളൂ. അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ ഈ വലിയൊരു ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കുറച്ച് കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ ഇവിടെ ഈ സോക്ക് ചെയ്ത അവല് കൂടെ ഇട്ട് അരയ്ക്കുന്നുണ്ട്. ചോറ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോ ഇതില് ഉഴുന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളതില് മാവ് എക്സ്ട്രാ ദോശയുടെയോ ഇഡ്ഡലിയുടെയോ കുറച്ച് ബാറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ആ എടുത്ത അരിക്ക് അളവിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച്, ഇപ്പോൾ 1 കപ്പിനാണെങ്കിൽ നമ്മൾ ഒരു 1-1.5 തവി ആ മാവ് ഇട്ട് അരച്ചാലും മതി. അതല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഞാൻ എടുത്ത ക്വാണ്ടിറ്റി പോലെ 2 ഗ്ലാസ് നിറച്ചിട്ടാണെങ്കിൽ ഒരു 3 തവി മാവ് നമ്മൾ ഇട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ അരയ്ക്കുന്ന സമയത്ത് തന്നെ ഗ്രൈൻഡറിലൊക്കെ അരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും അരയ്ക്കുന്ന സമയത്ത് ഇതേപോലെ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ അരച്ചാൽ എക്സ്ട്രാ നമ്മൾ ഒന്നും ഇടേണ്ട ആവശ്യം വരത്തില്ല. ഉഴുന്നൊന്നും വെള്ളത്തിൽ ഇതിൽ ഇടേണ്ട ആവശ്യമില്ല. പഞ്ചസാരയും അവലും തേങ്ങയും കൂടെ നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പത്തിന് എപ്പോഴും നല്ല ഫൈൻ ആയിട്ടാണ് അരയ്ക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മിക്സിയിൽ വെച്ച്, നമ്മൾ ഗ്രൈൻഡറിലാണെങ്കിൽ കുഴപ്പമില്ല, മിക്സിയിലാണെങ്കിൽ തണുത്ത വെള്ളം യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 hours അരി ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കും. അല്ലെങ്കിൽ ചൂടായ മാവ് പ്രോപ്പറായിട്ട് പുളിക്കത്തില്ല. കണ്ടില്ലേ, അവലും തേങ്ങയും പഞ്ചസാരയും കൂടെ നമ്മൾ തേങ്ങ ഇതുപോലെ അരിഞ്ഞ്, എന്നെ മിക്സിയിൽ ഹെവി ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിനെ അരിഞ്ഞിട്ടത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാവൂ. പിന്നെ അവൽ ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടേ യൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ അത് അവലാണ് അത് അരയുമെന്ന് വിചാരിച്ച് നമ്മൾ അപ്പോഴത് ഡയറക്റ്റ് എടുത്തിടാം അല്ലേ. അതല്ലേ, ഇതുപോലെ നല്ല ഫൈൻ ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ അരി മിക്സ് ചെയ്തിട്ട് ഇത് അരച്ചെടുക്കാം. ഞാനിപ്പോ കുറേശ്ശെ ഇട്ടിട്ടാണ്, നമ്മൾ 2-3 ടൈംസ് അരയ്ക്കുമ്പോഴേ 2 കപ്പ് അരിയല്ലേ, അപ്പൊ അത് സമയം എടുക്കും വെള്ളം.
അവലും തേങ്ങ അരയ്ക്കുന്ന സമയത്ത് വെള്ളം യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് അത് നോക്കിയിട്ട് വെള്ളം ആവശ്യത്തിന് അരച്ചു ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിത് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട്. ഒട്ടും തരിതരിപ്പ് പാടില്ല, നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കണം. പിന്നെ അരിയും ഉഴുന്നും നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോഴും നല്ല കഴുകി 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമുക്ക് അത് ഇടാൻ. ആക്ച്വലി ഫ്രിഡ്ജിൽ നമ്മൾ അതിനെ കുതിർത്താൻ വെക്കുന്ന വെള്ളമാണ് നമ്മൾ ഇതിൽ ഒഴിച്ച് നമ്മൾ അരയ്ക്കുന്നത്. അതല്ല നമ്മളിതിൽ തേങ്ങ വെള്ളം നമ്മൾ വെച്ചതുണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനല്ലേ? ഈ നമ്മൾ വെള്ളമൊക്കെ നമ്മൾ അരയ്ക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മിക്സിയുടെ ഇതിനനുസരിച്ച് നമ്മളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. വെള്ളം എങ്ങനെയാണ്, കൂടുതലാണ്, കുറവാണ്, അപ്പൊ അത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അപ്പത്തിന്റെ മാവ് ഇച്ചിരി ലിക്വിഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. കൂടെ ഇട്ട് അരച്ചിട്ട് നമുക്കതിൽ മിക്സ് ചെയ്യുമ്പോൾ കാണിക്കാം. ഇതേപോലെ തന്നെ ഞാൻ ഈ വെള്ളം നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പം ഞാനിത് നമ്മൾ ഇതുപോലെ തവിയിട്ടല്ല എടുക്കുന്ന, കൈയൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. രണ്ടാമത്തെ ബാച്ച് അപ്പത്തിൻ്റെത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിപ്പോ ആദ്യത്തെ നമ്മൾ ഇച്ചിരി ലിക്വിഡ് നമ്മൾ ആദ്യം നമ്മൾ കരിക്കും അവലും മാത്രം ഇട്ട് അരച്ച് അതിലൊരിച്ചിരി അരി ഇട്ടിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇപ്പൊ നമ്മളിത് മിക്സിയിലെ ജാറൊന്നും കഴിയുന്നില്ല, അതിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതിന് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ലവണ്ണം അത് ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഇത് ഇളക്കി വെക്കണം. കണ്ടില്ലേ? പേസ്റ്റ് കണ്ടോ? നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കണം. അപ്പത്തിന്റെ മാവ് നല്ല അരയണം. എന്നിട്ട് ഇപ്പൊ മഴ സമയമൊക്കെയാണ്, നല്ല തണുപ്പാണ്, പുളിക്കത്തില്ല. നമ്മൾ ഇതിൽ വേറെ ഈസ്റ്റോ സോഡയോ നമ്മൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ തേങ്ങാ വെള്ളവും ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പഞ്ചസാര ഇത് മാത്രമേ നമ്മൾ ഇട്ട് അവലും തേങ്ങയും മാത്രം ഇട്ട് അരച്ചതാണ്. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ ഇതാണെന്ന് നമ്മൾ ഇപ്പം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മൊത്തം ഓൾമോസ്റ്റ് എല്ലായിടവും മഴയൊക്കെയാണ്. ചെറിയ തണുപ്പുള്ള സമയമാണെങ്കിൽ നമ്മൾ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് റൈസ് കുക്കറിൽ എടുത്ത് വെക്കാം. അതർവൈസ് നല്ല ടവലോ എന്തെങ്കിലും ഇട്ടിട്ട്, ഞാൻ മറ്റേ തൈരിന്റെ ഇത് കാണിച്ചായിരുന്നല്ലോ, അതുപോലെ നമുക്ക് കവർ ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ നമ്മളതിൽ ഓവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓവനിനകത്ത് ലൈറ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ. പക്ഷെ പാത്രം ഇച്ചിരി വലുതെടുക്കണം. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അത് നല്ലവണ്ണം മാവ് ഡബിൾ ആവും കേട്ടോ. അപ്പൊ ഫോം ആവുമ്പോഴത്തേക്ക് അത് പാത്രം അതിന് ആ ഫോം ആവാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. അപ്പം ഇതായതിനു ശേഷം നമുക്ക് കാണാം എങ്ങനെയാണെങ്കിലും ഒരു 6 to 8 hours കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഇതിൽ വേറെ ഒന്നും. ഈസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 2-3 hours കഴിയുമ്പോൾ യൂസ് ചെയ്യാം. ഇത് നമുക്കൊരു 6 to 8 hours കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. എങ്കിലേ നമ്മൾ ഇന്നലെ മാവ് അരച്ചു വെച്ചതായിരുന്നു. ഒരു 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല എത്ര നല്ല വെണ്ണം ഇത് പുളിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങയും പഞ്ചസാരയും അരിയും മാത്രം ഇട്ട് അരച്ചതാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ആവശ്യത്തിനുള്ള ഒരു ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തായിരുന്നു. അപ്പൊ നമ്മൾ ടേബിൾ സ്പൂണിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 1 ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂണ് വെച്ചിട്ട് 2 ഗ്ലാസ്സിന് 2. അപ്പൊ ഞാനാണെങ്കിൽ ഇതൊരു കുഞ്ഞ് തവിയായിരുന്നു ഞാൻ കാണിച്ചത്. അപ്പൊ അത് 2 ടേബിൾ സ്പൂണിന്റെ അളവായിരുന്നു കേട്ടോ. അപ്പം 1 ഗ്ലാസ്സിന് 1 വലിയ സ്പൂണ് നിറച്ച് അങ്ങനെ. അപ്പൊ അതിനനുസരിച്ച് അല്ലാതെ ഉഴുന്നിന്റെ ടേസ്റ്റ് കൂടാൻ പാടില്ല. ഒരിക്കൽ അങ്ങനെ ചെയ്ത് നമ്മൾ 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ അത് നല്ല ഇത് വരും. പിന്നെ തേങ്ങയുടെ നമ്മൾ ഇത് ശ്രദ്ധിക്കണം. തേങ്ങ ഒരുപാട് മുറ്റിയ തേങ്ങയാണെങ്കിൽ കുറച്ച് അമൗണ്ടിലെ തേങ്ങ ഇടാവൂ. അതിന്റെ ബാക്കിലത്തെ ബ്ലാക്ക് പോർഷൻ വരുന്നത് ഒരുപാട് താഴ്ത്തി നമ്മൾ ചിരവാതെ ഇരുന്നാൽ മതി. പിന്നെ ഇളം തേങ്ങയാണെങ്കിൽ ഞാൻ ഇന്നലെ കാണിച്ചതുപോലെയാണെങ്കിൽ നമുക്കത് നല്ലോണം ഇടാൻ പറ്റും. ഇത് നമുക്ക് നല്ലവണ്ണം, ഞാനാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ആണ് ഞാനത് ഒഴിച്ചിട്ടായിരുന്നു. അപ്പൊ ഞാൻ അത് എനിക്കൊരു ഹാബിറ്റ് ഉള്ളതുകൊണ്ട് അത് എനിക്കറിയാം കേട്ടോ. പിന്നെ നമ്മൾ എന്നാലും അതൊന്നും നമ്മൾ നോക്കണം. അപ്പൊ ഇനിയിപ്പം ഇതിൽ വെള്ളത്തിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ വട്ടയപ്പം നമുക്ക് ഇതേ മാവ് വെച്ച് ചെയ്യാം. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇച്ചിരി കട്ടിയിൽ നമ്മൾ ചെയ്യണം മാവ്. അപ്പം ഇത് കണ്ടില്ലേ? അപ്പൊ ഈ ഒരു ഫോം നമുക്ക് ഇനി അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ ഗ്യാസ് ഓൺ ആക്കി നമുക്ക് തവയിലും കൂടെ നല്ല സോഫ്റ്റ്, നല്ല പൂ
ഇതുപോലെ ഇരിക്കും. നമുക്ക് തവയിൽ നമുക്ക് ദോശ പോലെ നമുക്ക് അതിനെ ചുട്ടെടുക്കാൻ പറ്റും. നമുക്ക് രണ്ടില് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. നമ്മള് ഒരുപാട് ഇതിൽ തീ കൂട്ടിയിട്ട് ചൂടാക്കണ്ട. അപ്പൊ പിന്നെ അതെല്ലാം കൂടെ സ്റ്റിക്ക് ആവും കേട്ടോ. അപ്പൊ നമുക്ക് ഗ്യാസ് സ്ലിമ്മിലിട്ടിട്ട് നമുക്ക് ചൂടാക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മാവ് നല്ല നമ്മൾ അതിന്റെ വെള്ളമൊക്കെ നോക്കണം. കണ്ടില്ലേ, ഈ ഒരു കണക്കായിരിക്കണം. ഒരുപാട് കട്ടിയായിരിക്കല്ലേ. വട്ടയപ്പത്തിനാണെങ്കിൽ നമ്മൾ തേങ്ങ നമ്മൾ കൂടുതലും അരച്ച് പഞ്ചസാരയുടെ ക്വാണ്ടിറ്റിയും കൂട്ടി ഇട്ടാൽ മതി കേട്ടോ. പക്ഷെ അതിലും ആ ബ്ലാക്ക് പോർഷൻ നമുക്ക് വരണ്ട. ആ ഒരു ഇതിൽ ചൂടായോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ ഇതുപോലെ വെള്ളം ഇങ്ങനെ തളിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇതെല്ലാം ഞാൻ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പറഞ്ഞാൽ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി മീഡിയത്തിൽ ഇട്ടിട്ട് നമുക്ക് അപ്പത്തിന് എത്ര കട്ടി വേണം, തിന്നായിട്ട് വേണം, ചിലർക്ക് മിഡിൽ പാർട്ട് ഇല്ല, ഇതുപോലെ ഞാനിപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഇത് ഇങ്ങനെ ഹോൾസ് വീഴുമ്പം നമ്മൾ അപ്പത്തിന്റെ മാവ് നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ മാവ് കലക്കുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ നമ്മളെ വീട്ടിന്റെ അക്കോർഡിങ് നമ്മൾ ചെക്ക് ചെയ്തോണം കേട്ടോ. പിന്നെ ഇത് അടയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് പിന്നെ മിഡിൽ പാർട്ടിന്റെ കട്ടിയൊക്കെ നമ്മൾ എല്ലാവരും കഴിക്കുന്ന നമ്മളെ ടേസ്റ്റിന്റെ അക്കോർഡിങ് വെക്കണം. എത്ര തിൻ വേണം, കുറച്ച് വേണം. അപ്പൊ ഇതുപോലെ ഹോൾസ് വീഴുന്നു തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മീഡിയം ടു സ്ലിമ്മിലാക്കിയിട്ട് ഇനി നമുക്ക് അടച്ചു വെക്കണം. അതിന് മുമ്പേ അടിച്ചു വെച്ചാലെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരുമാതിരി കൂടി പിടിച്ചതുപോലെ ഇരിക്കും. ചൂടായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കുക ഇതുപോലെ ചെയ്താലും. നമുക്കൊരു 2 തവയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് കട്ടി കുറയ്ക്കണ്ട. ഇതുപോലെ ഇതിനും ഇതുപോലെ തന്നെ വേണ്ടില്ലേ. ഇതുപോലെ ഹോൾസ് വീഴുന്നതിന് ശേഷം മാത്രം നമ്മൾ മൂടി വെക്കാവൂ. ഞാനിപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്താ കണ്ടില്ലേ, എത്ര നല്ല ഇതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ സൈഡ് ഒന്ന് വിടിയിച്ചിട്ട് കണ്ടില്ലേ, ഇതിന്റെ ബാക്ക് പോർഷൻ കാണാമല്ലോ. കണ്ടില്ലേ, എത്ര നല്ല അടിപൊളി കളറ് ആയിട്ടാ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാ അപ്പവും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ തന്നെ കട്ടിയിട്ട് നമ്മുടെ അക്കോർഡിങ് ഹോൾസ് ചെറുതായിട്ട് ഇപ്പൊ വീഴുന്നു തുടങ്ങുമ്പോൾ നമുക്കത് അടച്ചു കൊടുക്കാം. നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ടു സ്ലിമ്മിൽ ഇട്ട് കൊടുക്കാം. ഇത് നല്ല ബണ്ണ് പോലെ ഇരിക്കും നമ്മളിത് ഇങ്ങനെ ചുടുന്ന അപ്പം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം. കണ്ടില്ലേ, ഇതുപോലെ നല്ല ബണ്ണ് പരുവത്തിലാണ് ഇത് നമുക്ക് എടുക്കണം. ഇത്രയ്ക്ക് സോഫ്റ്റും ആയിരിക്കും. അപ്പം അടുത്ത് നമുക്ക് ഇതിനെ എങ്ങനെ ഒഴിക്കുന്നു നോക്കാം. ഒരുപാട് പരത്തൊന്നും വേണം. നമ്മളിങ്ങനെ ഉണ്ടല്ലേ കട്ടിയായിട്ട് നമ്മളെ അക്കോർഡിങ് നമുക്ക് വെക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് അതിലിങ്ങനെ ഹോൾസ് വീഴുമ്പോൾ നമ്മൾ അടച്ചു വെക്കും. നമുക്കിത് മൂടി വെക്കാം. കണ്ടില്ല, നല്ലവണ്ണം ഹോൾസ് വീഴുന്ന ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം. കണ്ടില്ലേ, നമ്മളെ ഈ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് ഇങ്ങനെ എല്ലാ അപ്പവും ഇനി നമുക്ക് ചുട്ടെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് അതിന്റെ ഹോൾസ് വീഴുമ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അരച്ച് ഇതിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മാവ് അരക്കുന്നത് തൊട്ട് ഇങ്ങനെ പറയുമ്പോൾ ഈ വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ഇന്ന് ഞാൻ കറിയുടെ കോമ്പിനേഷൻസ് പറഞ്ഞില്ല. നമുക്ക് ചാനലിൽ തന്നെ കടല, ചന മസാല, മട്ടൺ റോസ്റ്റ്, പിന്നെ അതുപോലെയാണെങ്കിൽ ചിക്കൻ മപ്പാസ് കറി നമ്മൾ ഇതിലുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടിരിക്കാം. അത് സെർച്ച് ചെയ്തിട്ട് അതിന്റെ കൂടെ
എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് സ്ലിമ്മിലാക്കി കൊടുക്കാം. നമ്മൾ വേണ്ടില്ല. അടുത്ത അപ്പോൾ നമ്മളത് ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് സൈഡ് ഒന്ന് ഇതാക്കിയാൽ മതി കേട്ടോ. ഫ്ലോയിലിട്ടിട്ട് വേണ്ട. കണ്ടില്ല, ഞാനാണെങ്കിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും പറഞ്ഞ് കുളമാക്കുന്നില്ല. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും അത് ഫുള്ള് കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്തിട്ട് പറയണം. അപ്പം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കുക്ക് വിത്ത് ആശ നായരിൽ നമുക്ക് ഉടനെ കാണാം.